സാർ നടന്നിട്ടാണോ വന്നേ? ഏത് അവിടെ കിടക്കുന്നു? എവിടെ കിടക്കുന്നത്? ഹലോ പോരെ EMS വണ്ടിയല്ലേ സാറിന്റെ വണ്ടിയോടെ? എന്ത് വണ്ടി ഇവിടെ? സാറിന്റെ വണ്ടി പോലും നോക്കാനുള്ള സമയമില്ലേ സാറേ? അത് കൊണ്ടുപോയില്ലേ സാറേ? ട്രാക്ക് സാറേ വാ സാറേ, നമുക്ക് ട്രാക്ക് ഞാൻ വണ്ടി എടുക്കാം വണ്ടി സ്പീഡിൽ 4 സീറ്റർ എടുക്കണം. ഇത് 2 സീറ്റർ വേണ്ട സാറേ. വാ സാറേ. സാറേ കേറി സാറേ. ഈ വണ്ടിയാണോ സാറിന്റെ? ഹലോ ഇത് കൊള്ളാലോ ഉണ്ടോ ചോദിക്കുന്നുണ്ടോ? അറ്റൻഡ് ചെയ്യട്ടോ സാർ. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എത്രയാ സാർ? സാറേ 270. ഒന്ന് ടോപ്പ് സ്പീഡ് കാണിച്ചു തരുമോ? വണ്ടി ചുമ്മാ ഓടിക്കാനാണ്. അല്ല നിങ്ങൾ ഓടിച്ചാ മതി. തുറക്ക് ഗ്ലാസ് പൊട്ടിയേ. എന്റെ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു കണ്ടടിച്ചോണേ. കുഴപ്പമില്ല. സാറിന്റെ പേരെന്താ? സാറേ എന്തോ കേട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് ബെൽറ്റാ. അയ്യോ പഠിച്ച പൊളി. എടാ ഞമ്മക്ക് ഈ സാറിനെ കൂടി ആ ഗെയിം കളിപ്പിച്ചു കൊടുക്കാം. സാറേ വണ്ടി സൈഡ്. എന്റെ പൊന്നേ മെല്ലെ നിർത്താനല്ലേ പറഞ്ഞേ. ഒരു ഗെയിം കളിക്കാം. വണ്ടി ലോക്ക് ചെയ്തോ, വീൽ ലോക്കും വേണമെങ്കിൽ ചെയ്തോ, ഒന്നും പ്രശ്നമൊന്നുമില്ല. വണ്ടി എടുത്തിട്ട് പോകാനില്ല. വാ ചെയ്തില്ലേ? ലോക്ക് ചെയ്തില്ലേ? ഇതെന്തിത് അകത്ത് കയറിയിരിക്കാൻ ആരാ? സാറേ ഞാൻ പറയുന്ന ബട്ടണ് സാറിന്റെ കീബോർഡിൽ അങ്ങനെ ടൈപ്പ് ചെയ്യണം. ഓക്കെ? ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. വേറെ T/ അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ? അതിനകത്ത് ഈ വരുമായിരിക്കും അല്ലയോ? ഈ വരില്ല. ഈ വരണമെങ്കിൽ വരുത്തിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ വരില്ല. ഓക്കെ സാറേ. Q W S D F L നെക്കില്ല സാറേ. പേടിക്കണ്ട സാറേ പറയുന്ന നെക്ക് സാറേ. സാറിന് എന്തൊക്കെയാ ഇത്? നല്ല രസമുണ്ടല്ലോ. ഇത് കീ നെക്കുമ്പോ അങ്ങനെ ആവും. എന്തൊക്കെയായിരുന്നു പറഞ്ഞേക്കുന്നത്? ഇത് നടക്കൂല. ആ ഫുണ്ടച്ചിപ്പോ എന്റെ കയ്യിൽ നിന്നാണല്ലോ എക്സിറ്റ് അടിച്ചു പോയെ. ഇത് നടക്കൂല. വാ സാറ് തുറക്കും സാറേ. അല്ല സാറിനെ തൂക്കാനാണ്. അവൻ എന്റെ കയ്യിൽ നിന്നാണല്ലോ എക്സിറ്റ് അടിച്ചു പോയെ. അപ്പൊ നടക്കൂല. അതുകൊണ്ടാണോ? എന്താ സംഭവം? സാറിനെ തൂക്കാൻ. അയ്യോ ദുഷ്ട. സാറിനെ തൂക്കിട്ട് ഈ വണ്ടി ഒരു റൗണ്ട് ഓടിക്കണം. അതാണ് എന്റെ ആഗ്രഹം. സൂപ്പർ. ഇറങ്ങ്, എല്ലാരും പുറത്തിറങ്ങ്. സുഖല്ലേ? ഇത് അനുകൂലേ? ഈ സാധനം വെച്ച അനുകൂലേ? സാറേ ഒരു റൗണ്ട്. സാറേ ഒരു റൗണ്ട്. സാറേ KP സാറേ ഒരു റൗണ്ട്. ഇറങ്ങ ഒരു റൗണ്ട്. ഇത് ഓപ്പൺ ആക്ക്. ഇല്ല നിങ്ങൾ കേറാണ്ട് പോവില്ല. ഉറപ്പ്. എന്റെ പേര് മല്ലയ്യ. ഞാൻ പേര് വരെ പറഞ്ഞതല്ലോ. തുറക്ക്. ഞാൻ ആരും ഇല്ലാത്ത സമയം തരുവെങ്കിലും ചെയ്താൽ സാറേ അങ്ങനെയല്ല എടുക്കാൻ പറഞ്ഞേ. സാർ അറിയാൻ തന്നെ എടുക്കാൻ പറഞ്ഞേ. പിന്നെ എങ്ങനെയാ സാറോട് ചോദിക്കാൻ പറ്റാ?
ഇനി ആ ഡോറിന്റെ അടുത്ത് മാറിയിരുന്നു വണ്ടിയിലൊക്കെ. വണ്ടി ലോക്കല്ല സാറേ, ബായ് ബായ്. പീടി വണ്ടി പൊക്കിയേ, പീടി വണ്ടി പൊക്കിയേ. പീടി വണ്ടി പൊക്കി, പീടി വണ്ടി തൂക്കിയേ. ആരും പീടി വണ്ടി തൂക്കില്ല, ആരും പറയരുത്. പീടി വണ്ടി ഓക്കെ. ഇതെങ്ങനെ സൈറനിടൂ? സൈറനേതാ? സൈറനേതാ? അത് പീടി ഹെഡിന്റെ വണ്ടിയാണ് തൂക്കിയത്. പീടി ഹെഡിന്റെ വണ്ടിയാണ് തൂക്കിയത്. സാറേ ഹലോ, സാറേ ഇതിന്റെ സൈറൻ എങ്ങനെ സാർ ഓണാക്കല്? സാറേ സൈറൻ എങ്ങനെ ഓണാക്കല്? അയ്യേ സാറെന്തിനെ ലോക്കൊക്കെ എടുത്തോ, സാറെടുത്തോ, സാറെടുത്തോ. കഴിഞ്ഞ് പരിപാടി തീർന്ന് എടുത്തോ. സാറെ കൈവക്കാൻ പറഞ്ഞ ഞാൻ പൊക്കൂലേ? സാറെ കൈവക്കാൻ പറഞ്ഞ ഞാൻ പൊക്കി തരില്ലേ? പറഞ്ഞ പോലെ താഴോട്ട് ഇറങ്ങിക്ക്. സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ, വണ്ടി ഒരു റൗണ്ട് ഓടിച്ചതേ ഉള്ളൂ. സാറേ ഇമാരുടെ മാസ്റ്റർ പ്ലാൻ, ഇമാരുടെ പ്ലാൻ ഇട്ടത് സാറേ കൊണ്ടോക്കോ. മാസ്റ്റർ പ്ലാൻ ഇവന്മാരൊക്കെ എന്തിനാ പിടിച്ചേ? സാറേ ഞാൻ വണ്ടി കൊണ്ടില്ലേ? സാറിനോട് പറഞ്ഞല്ലേ? സാറേ പെർമിഷനോട് കൊണ്ടുപോകാൻ പറ്റത്തില്ല സാറേ. വണ്ടി കൊണ്ടേ ഇനിയിപ്പോ വണ്ടി കൊണ്ടുപോയില്ലാന്ന് പറയരുത് ആരും. സച്ചിൻ ആയി ബാക്കപ്പ് ദൈവമേ, ഫൈനും കൂടി കിട്ടി, ജയിലും കൂടി കിട്ടി. സമാധാനമായില്ല നിങ്ങൾക്കൊക്കെ നായ്ക്കളെ. വണ്ടി പൊട്ടിക്കാൻ പറഞ്ഞ് വണ്ടി പൊട്ടിച്ച്, അത്ര മാത്രം. പൈലറ്റിനെയോ? പൈലറ്റിനെ എന്തിനു കൊണ്ടുവന്നേ? അവൻ വേണ്ടി വെച്ചാ? അവനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സാറേ എന്നെ മാത്രം പിടിച്ചോ. കെ പി സാറേ എന്നെ പിടിച്ചോ. അവരെ വിട്ടോ. കെ പി സാറേ അവനെ വിട്. യൂണിറ്റ്സ് ഒന്നും വേണ്ട, ഞാൻ ഒറ്റക്കുള്ള. എന്നെ കൊണ്ടോക്കോ എടുത്തിട്ടോ. അവനെ വിട്, അവൻ ഇല്ല പാവോ. കെ പി സാറേ എന്തോ അവൻ പാവാണ്, അവന് വിട്ടേ. ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ കൊണ്ടോക്ക സാറേ. അവന് വിട്ടേ. ഇതിന്റെ ടയറും ഇതും അടിച്ചു കളഞ്ഞല്ലേ സാറേ? ഒന്നും അടിച്ചിട്ടില്ല. ഈ മലയുടെ മണ്ണ് കൂടി റൗണ്ട് ഓടിച്ചു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വണ്ടിയില് സാറേ ഡോർ റിപ്പയർ ചെയ്യാൻ പൈസ തരാം. ഞാൻ തരാം, നടക്ക്. ഞാൻ റിപ്പയർ ചെയ്ത് തരാം, നടക്ക്. പൈസ തരാം, 50,000 രൂപ. ബാ കയറി 50,000 രൂപ ഞാൻ തരാം. പോ റിപ്പയർ ചെയ്യാം. മോശം സാറേ, ഞാൻ തപ്പി കിട്ടിയില്ല എനിക്ക്. അത് ലൈറ്റ് ഇട്ടാ മതി. പീടി വണ്ടി എടുക്കാൻ പറഞ്ഞ പീടി വണ്ടി എടുത്തോ. ഇല്ല പീടിക്ക് ഞാൻ വരട്ടെ. ഞാൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ഞാൻ പീടിക്കാരട്ടെ സാറേ. എടാ ഇത് കസ്റ്റം വണ്ടിയാടാ, ഇതൊന്നും എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അല്ല ഇതിന് വണ്ടിക്കല്ലടാ, ഇത് ബാക്കപ്പ് എടുത്തിട്ട് ആരും വന്നില്ല. ഞാനൊക്കെ ബാക്കപ്പ് എടുത്താ വരുമോ? സത്യോ? അരമണിക്കൂറായി എന്നിട്ട് പോലും അതോ പീടി കെട്ടി. ഇനിയിപ്പോ അങ്ങനെ ഒരു സമാധാനിക്കാം. നേരത്തെ നിന്ന് കൊണവാധികാരം പറയുന്ന കണ്ടില്ലേ?
സാറേ അവനെ വിട് സാറേ, അവനെ വിട്, ഞാൻ നടന്നു വരാം, ഞാൻ നടന്നു വരാം, അവനെ വിട്ടോ ഇവനെ ഞാൻ കൊണ്ടുവരാം. സാറേ, അവനെ വിട്ടോ, ഞാൻ നടന്നു വരാം. നടന്നു കയറി പോരെ. അതുവഴിയല്ല, പിന്നെ ഏത് വഴി? താഴത്തേക്ക് വാ. താഴത്തേക്കണോ? എന്നാ ആദ്യം പറയണ്ടേ, വാ ഇറങ്ങി താഴെ വാ. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റുമോ? പക്ഷെ ഒരു കാര്യമില്ല, കപ്പാണ്. എടുക്കടാ. എടുക്കാൻ പറ്റില്ല അല്ലേ? ബാ. ശരി സാറേ പോവാം. ഇറങ്ങിയണ്ട വിട്ടോ. ആ എന്തോ പറഞ്ഞോ. അയ്യോ ഇതാരാ? ഓ ടിമ്മത്തായി. കൊള്ള ഒത്തിരി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നടക്കൂല, വാ സാറേ, നോക്കിയതാ, ടെസ്റ്റ് ചെയ്തതാ, ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, നടക്കൂല, ഒറ്റ പറ്റില്ല സാറേ. അതൊന്നല്ലേ സാറ് ചെക്ക് ചെയ്തതാ, നോക്കിയതാ, ഓട്ടാനാവില്ല നോക്കിയതാ. പറ്റൂല, അത് മനസ്സിലായി, പറ്റൂല. അറിയില്ലേ. എവിടെ വാടാ? ഇതെന്താ പശുവിനെ വിളിക്കുന്നല്ലേ? ഇവിടെ വാടാ, അവിടെ വാടാ, എവിടെ വാടാ? എന്താ സാറിന്റെ ലുക്ക്? സത്യം സാറിന്റെ പോലത്തെ ഒരു സാറിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ സാറേ? സിംഗം 7 ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാർ അഭിനയിക്കണം. അതെ. ഈ EMS എങ്ങോട്ടാ പീടിനകത്തേക്ക്? ഡെഡായോ ആരൊക്കെ? KP സാറേ ചെവി കേൾക്കുന്നില്ലേ? KP ഞാനൊന്ന് ഒരു കോള് വന്നായിരുന്നേ. പെട്ടെന്ന് വാ. എടാ നീ ഫ്രീ ആണോ? ഞാൻ ഫ്രീയാ. ഇതാരാ? സാർക്കാണോ? ഗണേഷ് കുമാർ. പോടാ. ഒരു MDT ക്രിയേറ്റ് ചെയ്യും. PD വണ്ടി, സ്റ്റീലിംഗ് PD സ്റ്റീലിംഗ് അല്ല സാറേ, എടുത്തു ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹം വന്ന് എടുത്തു. സാറേ അത് PD വണ്ടി അല്ലല്ലോ, സാറിന് സ്വന്തം വണ്ടിയല്ലേ? എന്റെ പോയിട്ട് സാറേ അവരാ പിന്നെ PD വണ്ടി ഒന്ന് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക കണ്ടു അക്ഷരഭ്യാസം. ഇല്ല സ്കൂളിൽ പോയില്ല അതുകൊണ്ട് അറിയില്ല. സാറേ സുഖല്ലേ? KP സാറേ മാറിപ്പോയി. ഇങ്ങോട്ട് വന്നേ, അവിടെ പോയി. സാറേ അവരാണ് ഒന്നാം പ്രതിയെ. ഇതെന്ത് കേറാൻ വിട് സാറേ, ലോക്ക് തുറക്ക്. തുറന്നു. ഹലോ സാർ, ഹൗ ആർ യു? എക്സസിന് വന്നല്ല, PD കേസായിട്ട് വന്നതാ. വളരെ മോശം സാറേ, അതെ ഞാൻ പറഞ്ഞു, എക്സസിന് അല്ല, PD വണ്ടി മോട്ടിച്ചിട്ട് വന്നതാ. ഇതിൽ ഏറ്റവും വലുത് നോക്കിയെടുക്കാം. ഇത് വേണ്ട. അതെ വേണ്ട, ആവശ്യമില്ല. ബൈ. പിന്നെ അഡ്വക്കേറ്റ് എനക്കോ? ഞാൻ സ്വന്തം വാദിക്കുമല്ലോ. നീ ആദ്യം അവന് അവൻ ഊരോ തൂങ്ങോ നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ PD വണ്ടി ഇഷ്ടപ്പെട്ടു, എടുത്തു, ഓടിച്ചു, കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു. ഇത്ര മാത്രം ചെയ്തില്ല. അതിനാണ് ഇയാൾ എന്നെ കപ്പ് ചെയ്തത്. ഇവന് AC ഉള്ള ജയില് വേണം കേട്ടോ സാറേ. അങ്ങനല്ല, നല്ല വലിപ്പുള്ളത് നോക്കുന്ന. വലിപ്പുള്ളതൊന്നുമില്ല, ഇവിടെ ചെറുതാണ്. വരുന്നവനും പോകുന്നതിലും അവൻ തട്ടെടുക്കലേ, അതാണ് പ്രശ്നം. ഇതെന്താ സാറേ? ഇതൊരു പ്രശ്നം. ഇത് ചെറിയ ജയിൽ, ഇത് വലിയ ജയിലാ. വലുത്. എനിക്ക് വീട്ടില് റൂം ഇതെങ്കിലും വലുത് കിട്ടട്ടാ, എല്ലാം ചെറുതാ കിട്ടട്ടെ. ഇതൊക്കെ വലുത് കിട്ടട്ടെ സാറേ, വലുത് സാറേ, പ്ലീസ് സാറേ. സാറേ അവന് ദൈവം കൊടുത്തത് സാറേ, ദൈവം കൊണ്ട് തന്നത് വരെ ചെറുതായി പോയി സാറേ, വലുത് സാറേ. എന്താ സ്പെഷ്യൽ റൂം. താങ്ക് യു. കഫ് കഴിക്കാലോ? ഇത് ലോക്കില്ലാത്ത റൂമാണ്, പഠിക്കാൻ പറ്റില്ല. ഓക്കെ കുഴപ്പമില്ല. ഇത് എവിടെ പോന്നെ സാറേ? എവിടെ പോന്നേ? നീ എന്താ പീഡിയാണ്? ഇറങ്ങി പോന്ന പുല്ലേ. എന്തിനി? എന്റെ ഒരു സാധനം ഇല്ല, ലീഗലായിട്ടുള്ള സാധനം വരെ ഇല്ല, പിന്നെ ഇല്ലീഗൽ. പോടാ, മാറിപ്പോ എന്നെ മോട്ടിക്കല്ല, മാറിപ്പോ. സാറേ, KP സാറേ, അവിടെയല്ല. എവിടെ സാറേ? എന്തോന്ന് സാറേ പ്രശ്നോ?
സുഹൃത്തെ അപ്പുറത്തെ കോറിഡോറിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം ഡോർ സൈഡിൽ വരാൻ പറ്റും. ഇപ്പൊ ഞാൻ എവിടെ പോണം, എന്ത് ചെയ്യണം പറ. നീ ഇതിനകത്ത് കേറ്, ആ എന്നിട്ട് ഇവിടെ ഇരി. സാറും വാ, ഞാൻ ഇവിടെ ഉണ്ട്. നമുക്ക് സംസാരിച്ചിരിക്കാം. എന്ത് പറ്റി പറ. കസാലിന്റെ മേലെയാണല്ലോ ഇരിക്കുന്നത്. ഡിപ്രഷൻ അതെ, എന്ത് പറ്റി സാറേ? സാറിന് എന്താണ് വിഷമം പറ. ഇനി നിങ്ങളുടെ ലോയറിനെ കൂടെ വിളിക്കണ്ടായോ? എനക്ക് ലോയറൊന്നുമില്ലേ, ഞാൻ ഒറ്റക്കാവാ. കേസ് ഏറ്റെടുത്തു പറഞ്ഞൊരു ലോയർ. അതേലോ, അല്ലല്ല വാ ഇവിടെ ഇരി. നമുക്ക് ലോയർ ഒന്നും വേണ്ട, നമുക്ക് നമ്മളെ സംസാരിക്കാം. അതിന് കേസൊന്നും ഇല്ലല്ലോ. എന്ത് കേസ്? ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു തന്നത് പറ സാറേ. ഒന്ന് സാറല്ലേ ഭയങ്കര ലുക്കാ സാറേ. സാറിന് മീശയില്ലേ? ഓ എന്തൊരു ലുക്കാ, കിടിലം. സാറിന്റെ ആ മുടിയും ആ കണ്ണാടിയും, ഓ എന്തൊരു ഇരുത്തം. വന്നോ? ആ അങ്ങനല്ല, കൊള്ളാം. എന്റെ മുടുക്ക, ഇവരില്ലാത്ത കൊറേ പീഡിയും ഒരു പീഡി ഇട്ടു. ഇവരെന്ത് ചെയ്തേ? പാവടായ ആ ഒരു പീഡിനെ കൊണ്ട് വല്ലാതെ നടക്കണം. ബാക്കപ്പ് വരെ വന്നില്ല അയാൾക്ക് വിളിച്ചിട്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ ജയിലിൽ പോകും. ഇവരിപ്പോ എന്തായാലും ജയിലിലേക്ക് വിടും. അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് അവിടുന്ന് ഇറങ്ങി വരാം. ഓക്കെ, ഉൾഭാഗമൊക്കെ നേരെ നോക്ക്. എന്തിന് പീഡി അയച്ചാട്ട് നീ ചെയ്യുന്നുണ്ട്? അത് പോണ ഇറങ്ങിട്ട് പുണ്ടേ തൂക്കും. ആ നീ തൂക്കൂ, അവര് നമ്മളെ തൂക്കും ഇതേപോലെ. ഞാൻ പുഷ്പനെ പോലെ ഇരിക്കണത്. വണ്ടി എങ്ങനെ അടിച്ചു പറ്റിയത്? വണ്ടി അടിച്ചു പറ്റിയത് എങ്ങനെ? അയാളോട് ചോദിച്ച അയാള് തരൂലേ? 4 കോടി കിട്ടുവോ? ഇല്ലല്ലോ. അടിച്ചു പറ്റിയാലേ 4 കോടി കിട്ടുവോ? പൊത്ത് അതൊക്കെ കിട്ടും ഇവിടുന്ന്. എടാ ഞാൻ വെറുതെ എന്തൊക്കെ ചെയ്യും നീ വിചാരിക്കുന്നുണ്ടാ? ഇങ്ങനെയൊക്കെ ചെയ്യൂ. 4-ൽ 2 എനിക്ക്. എടാ പമ്പാവാസ, നീ ഇത് കാണുന്നുണ്ടല്ലേ? ഇല്ലേ? കേട്ടില്ലേ? എടാ എനിക്ക് 4-ൽ 2 എനിക്ക്. നീ ഏതാ? അങ്ങനെയല്ലേ മല്ലയ്യ? ഉറപ്പല്ലേ? അല്ല, ഇവിടെ പീഡിക്ക് ഫൈനലിൽ ഇപ്പൊ 4 കോടി വരും. നോക്കോ. ആയിട്ടില്ല, നോട്ടെ. എടാ എനിക്ക് ഇവിടുന്ന് എണീക്കാൻ പറ്റുന്നില്ല. നീ എണീക്കണ്ട, അവിടെ ഇരിക്കും, കുനിഞ്ഞിരിക്കും, അതാ നല്ലത്. അല്ല ഇവരെവിടെ പോയി? വിളിക്കാനാ എവിടുന്ന്? അവനെ ഇടിയടാ, അവനെ ഇടിച്ചിട്ട് വാടാ. KP സാറേ, ഇറങ്ങി ഓടാൻ. ഇത് എവിടെ പോരാ? നമ്മളെ പീടി ചുറ്റിയാണാ. ഓക്കെ, സാറിന്റെ ഐഡി പറയൂ, പേര് പറയൂ. സാറേ എന്തിനാ സാറേ കേസൊക്കെ വേണോ സാറേ? പേര് പറ. നല്ല നടത്തത്തിന്. എന്റെ പേര് മല്ലയ്യ, എന്റെ പേരിൽ കേസൊന്നുമില്ല സാറേ, പാവപ്പെട്ട. സാറേ ഇവന് ഈ പീടി മൊത്തം 2 പ്രാവശ്യം ക്ലീൻ ചെയ്ത് വിട്ടോ. നീ ചെയ്തിട്ട് വന്നാ മതി. മല്ലയുടെ സ്പെല്ലിംഗ് പറഞ്ഞേ. അറിയില്ല. മല്ലയുടെ സ്പെല്ലിംഗ് പറഞ്ഞേ. അറിയില്ല, അതെവിടെ നോക്കണ്ട പറ, നോക്കിട്ട് പറയാ. മല്ലയ്യ, മല്ലയ്യ രാജ്. രാജോ? രാജ അല്ലടാ, അത് ഞാൻ ഒറ്റത്തിനേ ഉള്ളു ഈ പേരിൽ. എന്റെ പേരിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരില്ല. മല്ലയ്യ രാജ. അതെ അതെ അതെ, അതിലൊന്നും ഉണ്ടാവില്ല. ഞങ്ങക്ക് കേസില്ല സാറേ, വിഷമിക്കണ്ട. ഐഡിയോ 3872. സാറേ പറയാണ്ട് ചോദിക്കാണ്ട് എന്നെ ജയിലിലേക്ക് ഇടരുത്. സംസാരിച്ചിട്ട് ചെയ്യാൻ പാടില്ലേ? നീ എന്താ കസാലിട്ടിരിക്കാണോ? നീ അല്ലാണ്ട് ഇരിക്കാനാവൂലേ? മൂലത്തെ കുരുവാണ് നിനക്ക്. ഡേറ്റ് ഓഫ് ബർത്ത് പറയോ? ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ലായിരുന്നോ നിങ്ങക്ക്? ഇല്ല. ഓ അതന്നെ, അത് ഇപ്പൊ ശരിയാക്കി തരാവേ. സാറേ എന്തോ പറഞ്ഞു. മല്ലിയരാജ എന്നല്ലേ പറഞ്ഞേ? അതെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയാവോ? ആർക്കറിയാ? ഒറിജിനൽ ഐഡി കാർഡ് സാബ്ഗുരു മേടിച്ചു വെക്കാ. ഞാൻ എന്ത് ചെയ്യണ്ടേ? അല്ല, സാറിന്റെ ഫോൺ നമ്പർ അറിയാവോ സാറിന്? ഇല്ല, അത് വേണമെങ്കിൽ ഫോൺ എടുത്ത് പറയണ്ടേ? കൊണ്ടുപോവാ. ഇതിനകത്തൊന്നും കൊണ്ടുവരണ്ട. ഇതിനകത്ത് ആരും വേറെ ആരും വേണ്ട, നമ്മൾ മതി. പറ്റൂല. സാറേ ഫോൺ എടുത്ത ഫോൺ നമ്പർ നമ്പർ കിട്ടിയില്ലേ? സ്പെല്ലിംഗ് ഞാൻ പറയാം. MALLI. സാറേ എന്ത് ചെയ്യുന്നത്? അയ്യേ സാറേ എന്നെ ഒന്ന് അൺകഫ് ചെയ്യൂ. സാറേ സ്പെല്ലിംഗ്. സാറേ ഇത്ര സിഗരറ്റ് ഒന്ന് വലിച്ചൂടാ സാറേ, ചത്തു. സാറ് പറയുന്നത് കേക്കാനില്ലേ? ഉള്ള കാര്യം പറയാ. മൊബൈൽ നമ്പർ വേണോ? 91358118.
KP സാറേ ഒന്നും കേൾക്കുന്നില്ല, വിട്ടു വിട്ടു പോവാ. എന്റെ ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? ഇല്ല, ഇപ്പൊ കേക്കാം. ഇദ്ദേഹത്തെ കൂടെ പാവം കൈവേദനിക്കുന്നുണ്ടായിരിക്കും. സത്യം. സാറേ നമ്മൾ എത്ര അന്തസ്സുള്ളവന്മാരാ, ഞങ്ങൾ കൊണ്ടുപോയി വണ്ടി ഒരു റൗണ്ട് ഓടിച്ച് തിരിച്ചു കൊണ്ടു തന്നു. ഇത് പ്രശ്നമാണോ സാറിന് പറ? സാറേ അപ്പൊ പീടി വണ്ടി എടുത്തിട്ട് വല്ലവന്മാരെ വല്ലയിടത്ത് കൊണ്ടിടുന്നതോ അത് പ്രശ്നമല്ലേ? ഇന്നലെ മൊത്തം ഇന്ന് രാവിലെ ഇന്റർഗേഷൻ റൂമിലുണ്ട്, സെക്കൻഡ് ലാസ്റ്റ് ഇന്റർഗേഷൻ റൂം. സാറേ അതൊന്നും പ്രശ്നമില്ല, അതൊന്നും ആരും ചോദിക്കാൻ പോകില്ല. നമ്മളൊരു പീടി വണ്ടി ആശ്രമത്തിൽ എടുത്ത് ഒരു റൗണ്ട് പോയി അതേ സ്ഥലത്ത് തിരിച്ചു പോകണം തന്നു, അത് തെറ്റായി. വിത്തൗട്ട് പെർമിഷൻ അങ്ങനെ വണ്ടി എടുക്കാൻ പാടില്ല. സാറേ സാറിനോട് ചോദിച്ചില്ലേ? ചോദിച്ചു, ഞാൻ സമ്മതിച്ചില്ലല്ലോ. എന്നിട്ട് ഇറങ്ങിയത് വീണ്ടും ചോദിച്ചിട്ടില്ലേ കയറി? സാറേ ഇപ്പൊ വരാൻ നിർത്തി. അതെ, ഒരു കാര്യത്തിന് പെർമിഷൻ ചോദിക്കാന്ന് പറഞ്ഞാൽ സാറേ ഇപ്പൊ വരാന്നല്ലേ പറഞ്ഞുള്ളൂ, അത് പെർമിഷൻ ആയില്ലേ? ചേച്ചി എന്തോടെ? ചേച്ചി സുഖാണോ? ചേച്ചിനെ വിളിക്ക്. കങ്കു ആണോ? മാറടാ, അകത്ത് കയറാൻ വിടറാ. കങ്കുയുടെ പ്രീവിയസ് റാങ്ക് ഏതായിരുന്നു? നിന്റെ അടുത്ത് ബീർ അടിച്ചാലോ? നിനക്ക് വേണോ? നീ അടിച്ചോ, നീ അടിച്ചിരിക്കടാടെ. എനിക്ക് നീ നോക്കിക്കോ, ഇവരിനെ മൊത്തം ഞാൻ തൂക്കും. നീ ഇത് അധികം പറയണ്ട, അയാൾ അവിടെ ഇരുന്ന് കേൾക്കും. പറട്ടാൻ വേണ്ട, കൊണ്ടുപോകും. ഇതെന്താ ചെനാക്സ് എവിടെ വാ, നിന്റെ കുണ്ടി കുത്തിയോക്കട്ടെ, ഇത് വല്ലതും വർക്കാവോ നോക്കാം. നിന്റെ ചന്തയിൽ കയറ്റി നോക്കട്ടെ. എന്താടാ എനിക്കൊരു പരാതി. സാറേ എന്നെ അടിച്ചു സാറേ, ഇവൻ എന്നെ അടിച്ചു അതിന്റെ അകത്തിട്ടിട്ട് സാറേ. എനിക്ക് കേസില്ല സാറേ. എന്റെ ഹെൽമെറ്റാണ് താഴെ വീട് എടുക്കുന്നത് സാറേ. എന്റെ തലേന്നാ പോയത്. ഗംഗോയുടെ റോൾ ഏതാന്നറിയായിരുന്നു? സാറ് വേറെ പോവാ പോലെ. അല്ല പിന്നെ സാറ് മൈൻഡ് ചെയ്തില്ല സാറേ, എന്ത് ചെയ്യണ്ടേ? ഞാനൊരു 2 മിനിറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ വന്നേ. അതേപോലെ തന്നെ ഞാനും സാറ് ഇപ്പൊ വരാൻ പറ്റില്ല, ഞാനും പോയേ. സാറ് പെർമിഷൻ വെച്ചോ എന്റെ അടുത്ത്? സാറേ ഇവന് നല്ല വായ്ത്താളുണ്ട്, ഇവനെതിരെ കേസ് സ്ട്രോങ് ആക്കണം. മുടി വെച്ചോടെ മാസ്ക് ഊരിയ കൊഴപ്പില്ല, ജാഗ്രത സാറേ. അയ്യോ നീ മാസ്ക് ഇട്ടോ, അതോ നല്ലത്? സാറേ മാസ്ക് വെച്ചോട്ടെ, അതോ നല്ലത്? കൊള്ളൂല. നമുക്ക് മല്ലയ്ക്കെതിരെ കേസ്. കങ്കുക്ക് തൽക്കാലം റോൾ ഇട്ടിട്ടുണ്ട്, ബാക്കി ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ കയറിക്കോ, വണ്ടി തന്നെ റോൾ അപ്ഡേറ്റ് ചെയ്തോളാട്ടോ. മോള് റൈറ്റ് സൈഡിൽ വന്നില്ലേ? സാർ എനിക്കൊരു പരാതി ഉണ്ട്. താങ്ക് യു സാർ. നീ ഇറങ്ങിപ്പോടാ, നീ ഏതാ? ഇറങ്ങിപ്പോടാ. സാറിന്റെ കൺമുൻപ് എന്നെ അടിച്ച് സാറ് കണ്ടോ? സാറ് കണ്ടോ? ഞാൻ ചോദിക്കോട്ടിരിക്കാറ്, ഞാൻ കണ്ടില്ല. അപ്പൊ സാറിന്റെ കൺമുമ്പെന്നാണ് അടിച്ചെന്ന് പറഞ്ഞേ, അപ്പൊ കള്ളം പറഞ്ഞല്ലേ? അല്ല അപ്പൊ നീ അടിച്ചോ? അപ്പൊ ഞാൻ അടിച്ചില്ല, ഇവരെന്നെ അടിച്ചു. ഇവൻ കണ്ടിട്ടുണ്ട്. ഇത് റോബോട്ടാണ് സാറേ? അല്ല അത് മനുഷ്യനാ. ഡേയ് അല്ലടോ, അത് മനുഷ്യനാണ്, റോബോട്ടൊന്നല്ല. റോബോട്ടാണ് സാറേ, ഇത് റോബോട്ടല്ലേ? നിങ്ങൾ അകത്ത് വന്നേ, അവിടെ ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുക. ഇവിടെ ആരുമില്ല. എവിടെ? നിങ്ങൾ കണ്ടില്ലേ ക്യാമറ? ഏത് ക്യാമറ? ഹലോ ക്യാമറ, ഹായ്. ആ ക്യാമറക്കകത്ത് നോക്കിയിട്ട് ആൾക്കാർ ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ തല്ലി പൊളിച്ചതാ. അതാ ക്യാമറ പൊളിച്ച് അത് കൊടുക്കും സാറേ. ഫൈൻ കണ്ടോ സാറേ? ഫൈൻ കൊടുക്കും സാർ. അതാ സാർ ആളുമാരി ഇടിച്ചു, സാറിന് വരെ കേസുണ്ട്. ആളുമാരി ഇടിച്ചു സാറ്. ലോക്കം മർദ്ദനം. അയ്യോ സാറേ, ഒഴിവയോ. കേസ് കൊടുക്കില്ല ഞാൻ, ഉറപ്പാണ്. അതെ, വല്ലാത്ത ദാരിദ്ര്യം. സാറ് എന്തിനു സാറേ കപ്പ് ചെയ്യുന്നേ? ഒരു ആവശ്യമില്ലാണ്ട് കപ്പ് ചെയ്ത്. സാർ ഞാൻ പാവം, പാവടയാള്. ഞാൻ പാവല്ലേ സാറേ? അതെ, ഇത് കപ്പാ സാറേ. അവൻ പാവല് സാറേ. ഇങ്ങനെ ചിത്രവതനം ചെയ്യാൻ പറ്റില്ല. ഗണേശ് ഇപ്പുറത്തേക്ക് വന്നേ. ഗണേശോ സാറേ? ഇവനേതാ? ഇവൻ പീഡിയാണോ കൾപ്രിറ്റാണോ? ഇവനേതാ പച്ചക്കുപ്പായോ? അവനെ പറഞ്ഞോട്ട് ഇവിടുന്ന്. ഞാനൊരു പരാതി തരാൻ വന്ന സാറേ. ആ ജയില് വേണ്ട സാറേ, അവിടെ ഇഷ്ടമില്ല സാറേ, റസ്റ്റയില്ല സാറേ. ഇവിടെ ജയിലല്ല, നമ്മൾ വേറെ സെറ്റപ്പിലേക്ക് സംഭവത്തിലേക്ക് പോവല്ലേ സാറേ. ഈ പച്ചക്കുറിപ്പിനോട് ഡ്രാഗർ മാറ്റി, ഇല്ലെങ്കിൽ ഞാൻ ഇവനെ കഫ് ചെയ്ത് വെക്കോട്ടോ. പച്ചവെള്ളം കൂടി കൊണ്ടോ സാറേ? വിട്.
ഞാൻ സാറേ KP സാറേ എന്തോ KP സാറേ ഇത്ര മാന്യമായിട്ട് വണ്ടി എടുത്ത് തിരിച്ചു കൊണ്ടുതന്നു സാറേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കോ സാറേ? ഇനിയിപ്പോ നമ്മൾക്ക് ഫൈന് തന്ന് ജയിലും കൊണ്ട് ഇട്ടേനെ ഇങ്ങനെയൊക്കെ നടക്കോ? നമ്മൾ പീഡിയോട് നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്തില്ലേ സാറേ? അതത്രേ ഉള്ളൂ. പക്ഷെ വണ്ടി പെർമിഷൻ ഇല്ലാതെ എടുത്താലും ഞാൻ ഫൈൻ തരും. സാറേ ഫൈന് കെട്ടാൻ പൈസ ഇല്ല സാറേ, പാവം സാറേ, പിച്ചക്കാരൻ സാറേ, തെണ്ടി. ഇവിടെ ഒന്ന് സാറിന്റെ ഫോട്ടോ എടുക്കാം. സാറേ ജയിലിലേക്ക് വിടരുതേ, ഇപ്പഴേ പറഞ്ഞേ. ഫൈൻ തരാലോ. ഒരു എത്ര തരും ഫൈന്? എത്രയാണ് ഫൈൻ ഉദ്ദേശിച്ചത്? അതെ അത് ശരിക്കും പറഞ്ഞ നല്ല ഫൈനുള്ള 30 മാസം ജയിലുള്ളതാണ്. ഫൈൻ എത്രയാ? ഫൈൻ ഞാൻ ഇപ്പൊ തൂങ്ങിച്ചാവോ ഇവിടെ തന്നെ? എന്തേലും ഒന്നില്ലേ? നോക്കട്ടെ എത്ര ഉണ്ടോന്ന്. പൊസഷൻ ഓഫ് സ്റ്റോളൻ ഗവൺമെന്റ് വെഹിക്കിള് 10,000 ലക്ഷം 1,20,00,000 രൂപ ഉള്ളൂ. 1,20,00,000 മാസമാണ്. 25 മാസം ഞാൻ കുറച്ചു തരാം. നീ ഇതെടുത്ത് മറ്റേ എന്റെ മക്ഷോട്ട് എടുത്ത് കൈ പിടിച്ച് മറ്റേ F4 മക്ഷോട്ട് നടി. മക്ഷോട്ട് അതെന്ത് സാധനോ? MUG നടിക്ക് മനുഷ്യ അങ്ങട് മനുഷ്യ. നീ അവിടെ നീങ്ങുന്നേ രണ്ടുപേരെ എടുക്കണം. ഇങ്ങോട്ടോ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ സാറേ. സാറേ മക്ഷോട്ട് റൂമിലേക്ക് പെർമിഷൻ ഇല്ലാതെ കയറി വരരുത്. ഇതാരും ലോക്കപ്പിലാണെങ്കിൽ ലോക്കപ്പിനകത്തല്ല, അവിടെ ഇന്റർവേഷൻ റൂമിൽ കൊണ്ടുപോയിട്ടാണ് കാണിക്കേണ്ടത്. അല്ല ഞാൻ റേഡിയോ പറഞ്ഞ സാറേ, എനിക്കും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് KP സാറേ ഫൈന് കുറച്ചിട്ടാ സാറേ. ഫൈനൊക്കെ കുറച്ച് എന്താ പറഞ്ഞത് ആരാ കേട്ടില്ല. സാറ് സുന്ദരന, സാറ് സുമുഖന, സാറ് സുന്ദരന, സാറ് സുമുഖന പാട്ടെല്ലാം പാടി സാറേ. അയ്യോ സാറേ ഇത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞേക്ക്. മതിയാ? ഐ ഡി കാർഡ് കാണിച്ചില്ലേ അവര്? മതിയാ ഐ ഡി കാർഡ് അല്ല, മറ്റേ ലോയറിന്റെ മറ്റേ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ടോ? പിന്നെ എന്ത് തേങ്ങ കാണിക്കാൻ അകത്ത് കയറ്റി വിട്ടത്? സാറ് നല്ലൊരു ഫോട്ടോ എടുത്തിരുന്നേ സാറേ. അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് സാറേ. ആളെ സെല്ലിനകത്ത് കയറ്റണമെങ്കിൽ ആള് മറ്റേ സാധനം കാണിക്കണം. ഏത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനി അദ്ദേഹത്തിന്റെ അത് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അകത്ത് കയറ്റാനായിട്ട്. എനിക്ക് വേദനിക്കുന്നുണ്ട്. ഓക്കെ ബാ. എന്തിന് കഫേനെ? ഞാൻ അല്ലാണ്ട് നടക്കൂലേ? എന്തിന് കഫേനെ? പാപ്പോ ഞാൻ ഇറങ്ങി പോകുന്നില്ലേ? ഇറങ്ങി പോവാണെങ്കിൽ ഞാൻ വണ്ടി കൊണ്ട് തിരിച്ചോണ്ടിരുന്നേ. നല്ല രസമുണ്ടല്ലോ. എന്നാ പിന്നെ എന്തിനാ ഞാൻ വണ്ടി തിരിച്ചു കൊണ്ടിരുന്നത്? ഞാൻ പൊട്ടനാണോ സാറേ? ഇങ്ങനെ ചെയ്യല്ലേ സാറേ? സാറിനോടുള്ള സ്നേഹം കൊണ്ട വണ്ടി തിരിച്ചു കൊണ്ട തോന്നല്ലേ? ഞാൻ അതിലെ പോയേനെ. എന്നിട്ട് സാറ് എന്നെ ഇങ്ങനെ ചെയ്യല്ലേ? അതുപോലും അറിയില്ല സാറേ സാറിന്. ഇവരൊക്കെ ആരും. സാറേ ഞാനൊരു കാര്യം പറയാം. നാളെ ഞാൻ പീഡിക്കരാം സാറേ. അവന് എസ്കോർട്ട് അടിക്കാൻ പോലും അറിയില്ല. അതാണ് ചോദിച്ചത്. സത്യത്തില് അവൻ അറിയത്തില്ലേ? പുതിയതായിട്ട് വന്നതാണ്. നീ പറഞ്ഞു കൊടുക്കണ്ടേ? ഇന്നലെ കയറിയതോ? അങ്ങനെ പീഡിക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും? എന്നാ ഞാൻ കയറട്ടെ. എന്നാ സാറിന്റെ ദിവസം അടിയായിരിക്കും. F4 മക്ഷോട്ട് നടി. MUG എടാ മക്ഷോട്ടനെ കംഷോട്ടല്ലേ? സാറേ മറ്റേ പേരെന്താ സാറേ? ഒരാളുടെ പേര് മാത്രമേ കിട്ടുള്ളൂ, മല്ലേറാജ. അതെ സാറേ അവനില്ല സാറേ. സാറേ അവനെ എന്തിനാ അറസ്റ്റ് ചെയ്ത് സാറ്? അത് പറ സാറേ. അത് അതിനാച്ചാല് അവൻ കപ്പ് ചെയ്യാൻ നേരം അവൻ ഓടിക്കളഞ്ഞു. അപ്പൊ നിന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല? നീ ഉണ്ടല്ലോ എന്റെ കൂടെ. ഞാൻ സാറ് പറഞ്ഞു വണ്ടി നിറങ്ങി. സാറ് പറഞ്ഞു വണ്ടി മോട്ടിക്കാൻ പ്രേരിപ്പിച്ചല്ലേ? ഇല്ല, ഇദ്ദേഹം ഓടിയില്ല. സാറേ വണ്ടി മോട്ടിക്കാൻ പ്രേരിപ്പിച്ചത് ഇവനാ 4 കോടി ഓഫർ ചെയ്തത്. ഞാനോ? സാറേ 6 കോടി ഇല്ലാതെ എനിക്ക് എന്റെ ഫ്രണ്ട് കടന്നത്. അതായത് തിരിച്ചും കൊടുക്കണം. സാറേ ഞാൻ പറയുന്നതിനെക്കാട്ടി വലിയ തെളിവ് വേണോ? നീ കള്ളനാണ് സാറേ. ഞാൻ കള്ളനാണെങ്കിൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടാ? നിങ്ങളെന്നെ പറ. കൊണ്ടേ നിങ്ങളെ വണ്ടി അവിടെ കിട്ടാ പോരെ?
അങ്ങനെയല്ല പറയരുത് സാറേ, വളരെ വിഷമം. അങ്ങനെയല്ല സാറേ ഞാൻ സാറേ ഇല്ല സാറിന്റെ ഇഷ്ടം കൊണ്ട് സാറിന്റെ കൂടെ ഇങ്ങനെ ഇതാക്കുമ്പോ സാറ് അങ്ങനെ പറയാൻ പറ്റില്ല. കള്ളൻ എന്നൊക്കെ വിളിക്കാൻ പാടില്ല സാറേ. ഫീലായി സാറേ ഇവരെ കിട്ടാൻ ഇനിയിപ്പോ ഞാൻ ജയിലിൽ പോണല്ലേ? നീ പോടാ. ജയിലൊന്നും വിടത്തില്ല. സാറേ കണ്ണ് കാണുന്നില്ല. അറിയില്ല. ആ ഇപ്പൊ കണ്ടുണ്ട് പൊന്നെ. ഇപ്പോഴോ? ആ ഇപ്പം കണ്ടാണ്ട്. ആ ഓക്കെ. സാറേ പോണു. അവനെ പുറത്തിറക്കി കയറ്റുവോ? ദേവത്ത് ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പൊ ഇപ്പൊ ഒന്നും വിടൂലേ? ഇതിനകത്താണോ ജയിലി? ഇപ്പൊ തന്നെ വിട. ആ ജയിലിൽ വിടണം ഞങ്ങളെ. എന്നാ ഗണേശ? അയ്യോ ഇനി ഇദ്ദേഹത്തിന്റെ പേര് പറ. അവന്റെ പേര് ഡെവോർ. നിർബന്ധമാണോ സാർ? ആ നിർബന്ധ. പിന്നെ പേര് വേണ്ടേ? ഡ്രയൻ ബോസ്. ആര്? വായിക്കൊള്ളാത്ത പൈലറ്റ്. നമ്മള് വിളിക്കുന്നതാ പൈലറ്റ്. ഐ ഡി കാർഡ് കാണിച്ചേ. അയ്യോ ഐ.ഡി. കാർഡോ? അതെങ്ങനെ കാണിക്കാം സാർ? അത് എടുത്ത് ഷോ യൂസ് കൊടുത്താൽ മതി. ഐ ഡി കാർഡ് ഉണ്ടോ? സാറേ എന്റെ ഐ ഡി കാർഡ് എന്റെ ബോസിന്റെ കയ്യിലാ. മൂപ്പര് എന്നെ പണിക്കുന്ന ഞാൻ വേറെ പോകുന്ന അത് നീ പറഞ്ഞല്ലോ ഓൾറെഡി. ഇദ്ദേഹത്തിന്റെ ഐ ഡി കാർഡ് എവിടെ? എന്റെ ഉണ്ടോ സാർ? എന്റെ ഐ.ഡി. കാർഡ് ഒരു പ്രത്യേക ആവശ്യത്തിന് കൊടുത്തു വെച്ചിരിക്കുക. എന്താ ആവശ്യത്തിന്? അത് ആരൊക്കെ കൊടുത്തു സാറേ? ഓർമ്മില്ല സാറേ. ഓർമ്മ. അപ്പം ഐ ഡി കാർഡ് ഇല്ലാത്ത 30 ലക്ഷം രൂപ വേറെ ഫൈൻ ഉണ്ട്. അതാ അവന്റെ ആകെ ഉള്ളത് 20 ലക്ഷം സാറേ. പാവം സാറേ, വേണ്ട സാറേ. ഒരു ഐ ഡി കാർഡ് കൊടുത്തു സാറേ. 1 ലക്ഷം തരാം. ഒരു ഐ ഡി കാർഡ് കൊടുത്തു സാറേ. ഈ കേസ് കഴിയുമ്പോ അവിടെ വന്നിട്ട് ഐ ഡി കാർഡ് മേടിച്ചു. അല്ല സാർ, ഐ.ഡി. കാർഡ് എടുക്കേണ്ടതാണോ? നമുക്ക് സിറ്റിയിൽ വരുമ്പോ കിട്ടുന്നതാണോ? അല്ലല്ല, വന്ന് എടുക്കണം. നീ എടുത്തില്ല അപ്പോ? അത് ചെറുതായിട്ട് 40 ലക്ഷം കൊടുക്കുന്ന അടിച്ചിട്ട് എന്നതാരാ കേട്ടില്ല സാർ. ഒരു മിനിറ്റ് കേക്കട്ടെ. കേട്ടോ. ഇൻവോൾവ് ആയ ആളാണ്. എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് പ്രോപ്പർ എവിഡൻസ് ഉണ്ട്. നിനക്ക് കൺവിൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ചാർജ് ചെയ്ത് നീ സംസാരിക്കണ്ട. പുറത്ത് ഓക്കെ. ഒരു മിനിറ്റ്, ഇവർ ഈ കേസ് ഒന്ന് തീർത്തോട്ടെ. ഞാൻ പോയി അവിടെ പോയി. അല്ലല്ല എന്റെ പൊന്നെ. കൈബുക്ക്. ഇപ്പം താങ്കൾക്ക് ഫൈൻ മാത്രം ഞാൻ തരുന്നുണ്ട്. ഒരു കോടി വെയിറ്റ് ചെയ്യേ, ഞാൻ നോക്കട്ടെ. നീ വണ്ടി കൊണ്ട് തിരിച്ചു തന്നാണ് നിനക്ക് ഞാൻ ജയിൽ ഒഴിവാക്കി തന്നല്ലോ. അത് ഫൈനും കൂടി ഒഴിവാക്കി തന്നെ നല്ലതായിരിക്കും. ഞാൻ സാറിന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്തില്ലേ? എല്ലാ കുറ്റം ചെയ്തിട്ട് വന്നിട്ട് അല്ലല്ല ചെക്കിങ് ഒന്നുമില്ല. ചെയ്തോ. ഫുഡ് ഇല്ലാണ്ട് വേറൊരു സാധനം ഒരു പിസ്റ്റൽ. ഇവിടെന്തോ സീനുണ്ട് സാറേ. സാറേ കത്തുന്നു സാറേ. എടുത്തോണ്ട് പോ സാറേ. പുറത്ത് പോ സാറേ. കൊണ്ടുപോ. കണ്ണ് കാണുന്നില്ല. പൊന്നേ. അയ്യോ വന്നു. ഒരു മിനിറ്റ് തൽക്കാലത്തേക്കാണ് കേട്ടോ. പേടിയണ്ടേ. ഇപ്പൊ തന്നെ വിടാം കേട്ടോ. നീ അവിടെ നിന്ന് തൽക്കാലം അവിടെ നിന്ന് ഒരാളുടെ പേര് മാത്രമേ കിട്ടുള്ളൂ. മല്ലയ രാജാവ്. ഇപ്പൊ ഞാൻ എന്താക്കണോ? റെഡിയാണ്. ഡ്രയൻ ബോസ്. പൊക്കി തരുന്നതേ. കുറച്ച് ഫുഡും വെള്ളം ഉണ്ടെങ്കിൽ താ. ഫുഡും വെള്ളം ഉണ്ടായില്ല. നിനക്ക് തരാൻ വേണ്ടിയല്ലേ എഴുതിയത്. സാറേ എനിക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല അവിടെ. ഞാൻ അവിടെ പോയി സെർച്ച് ചെയ്യണ്ടേ? ഇത് നല്ല രസമല്ലോ. ഞാൻ വെറുതെ അയ്യോ കഫ് ചെയ്ത് സെർച്ച് തന്നില്ലേ? കൈ പൊക്കി തന്നില്ലേ? പിന്നെന്തേ? ഓപ്ഷൻ കാണിച്ചില്ല. അത് പ്രശ്നം. കുറച്ച് ഫുഡും വെള്ളം കുഴപ്പമില്ല. കയ്യിലൊന്നുമില്ല. ഫുഡൊക്കെ തരാം. ഇമ്പോസൻസ് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഫൈല് ഒരു 25% ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. 1 കോടി നമുക്ക് ഒഴിവാക്കാം. 10,000 ലക്ഷം 10 ലക്ഷം 1 കോടി. സാറേ 1 കോടി തരില്ല. 10 ലക്ഷം താ സാറേ. പാവല്ലേ സാറേ. ഓക്കെ 50 ലക്ഷം. മതി കുഴപ്പമില്ല. ഓക്കെ 1000 10,000 ലക്ഷം 50 ലക്ഷം. സ്പെല്ലിംഗ് ഒന്നും അറിയോ ഡ്രയൻ ബോസിന്റെ?
ഡ്രയൻ അല്ല, DRAY. അവനെ വായിക്കൊള്ളാത്ത പേരിടം കണ്ട സമയം മുടിഞ്ഞു പോവും അവനൊക്കെ. BOSS, ഡ്രയൻ ബോസ്. സാറിന്റെ ഒക്കെ പേര് എത്ര സിമ്പിൾ ആണല്ലേ, KP. അയ്യോ, ആര് ചോദിച്ചാലും KMP അടിച്ചാ മതി, വേറെ ഒന്നും അടിക്കണ്ട. KP അടിച്ചാന്ന് കിട്ടില്ല എന്നെ. എന്തോന്നല്ലേ അതല്ല, പിന്നെ KP എന്നല്ല എന്റെ പേര്. പിന്നെന്താ? അതല്ല ഇവര് വിളിക്കുന്ന എന്റെ ശരിക്കുള്ള പേര് കടുവ പീതാംബരൻ. നീ എങ്ങളിപ്പോ കടവനെ പിടിക്കാൻ പോയേ? സാറേ സ്പെല്ലിംഗ് ഒന്നും പറഞ്ഞു സാറേ. മുഖം കണ്ടിട്ട് ഇവരിട്ട പേരാണേ. മോൻ കണ്ടിട്ട്, പക്ഷെ മുഖം കൊള്ളാം. ഇനി ഇതിനകത്ത് വേറൊരു കോമഡി ഉണ്ട്, അതാണ് ഇതിനകത്ത് ട്വിസ്റ്റ്. എന്ത്? DRAYEN. സാറേ ഞാൻ നമ്പർ അയച്ചാ മതിയോ? എന്ത് ഇതെന്നാ മൂല പോയി നിൽക്കുന്ന? ഒരുത്തനെ ഇവിടെ വന്നിട്ട് നിലത്തൊരു സാധനം ഇട്ടിട്ട് പോയി, അതിങ്ങ് എടുക്കാൻ വന്ന എന്തിട്ടുപോയേ? ഒരു ഗണ്ണേ. ഏത് ഏറാ? സാറേ പാവം സാറേ, കൊടുത്തു സാറേ ഡ്രയൻ ബോസ് പേര് സെർച്ച് ചെയ്യട്ടെ. സാറേ അത് യൂസ് ചെയ്തില്ലല്ലോ സാറേ. വിട് സാറേ, വിട് സാറേ. പിസ്റ്റലാണ്, എനിക്കറിയാൻ പാടില്ല ഇവരെന്തിനാ പിസ്റ്റലാണ് പൊട്ടനി ഡ്രോപ്പ് ചെയ്തേ. ഏറ് മാത്രമേ കൊണ്ടുപോകൂ. പറപ്പെട്ട പിന്നെ ചെക്ക് ചെയ്യാൻ പറയുമ്പോ ഞാൻ കയ്യിൽ വെച്ചേക്കണം. പിസ്റ്റൽ എടുക്കൂല. ഞാൻ ഓർത്ത് ഇവനെ ഏതോ എയറൊക്കെ കൊണ്ടിട്ട് മണ്ടന്റെ കാര്യം പറഞ്ഞു. ഇതല്ല ഇവരൊക്കെ കൂട്ടിച്ചാണ് ഞാൻ നടക്കുന്നത് ഓർക്കുമ്പോ എനക്ക് ലജ്ജയാതിപ്പോ. ഒരുത്തരെ അല്ല കോമഡി എന്നാ പറയാടാ, ഞാൻ കാണാതെ ആ മൂലയിൽ പോയിട്ടേ താഴെ ഇട്ടിട്ടേക്ക് വന്ന് സാറെങ്ങനെ മനസ്സിലായി? ഞാനടുത്ത് വേറെ എന്തോ മെയിൻ സാധനം വിചാരിച്ചിട്ടാണ് ഞാൻ. അല്ലടാ, ഇത് കണ്ടോണ്ടാണ് രണ്ടുപേരും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഹാർഡ് കോപ്പി ചുമ്മാ സെർച്ച് ചെയ്തായിരുന്നു. സാറേ അവൻ നമ്മുടെ കൂടത്തിലുള്ളവനാ, കള്ളനാ, സത്യതോ? ഇദ്ദേഹത്തിന്റെ പേര് കിട്ടിയോ? ഇദ്ദേഹത്തിന്റെ പേര് കിട്ടിയോ? ഇല്ല സാറേ കിട്ടില്ല. ഞാൻ നമ്പർ ഷെയർ നമ്പർ പറഞ്ഞാ മതി. പേര് പറഞ്ഞ പേരിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. എന്റെ പേരാണ് സാറേ DRAYEN. അങ്ങനെ ഒരു പേരില്ലല്ലോ. അങ്ങനെ ഒരു മനുഷ്യനെ നാട്ടിലില്ല. നീ ഏലിയനാടാ? നീ സത്യം പറഞ്ഞ നീ ഏലിയനാണോ? എക്സാക്ട് കണ്ടോ? എയർ വിൽക്കുന്നവര് കണക്ട് ആക്ക് സാറേ. ചോദിക്കും സാറേ, അവനെ പിടിക്കും സാറേ. എന്തെന്നാണ് എയർ ഉണ്ടെന്നാണോ? ഇതാണോടാ നിന്റെ YEN മത്തങ്ങ തലയാ? ബോസാണോ? BOSS. അതെ, BOSS ആണ്. ഇതിനകത്ത് എവിടെയാടാ ഈ ഒന്ന് പറഞ്ഞോ ട്രെയിനെ? കിട്ടിയോടാ? ഇതാണ് പ്രതീക്ഷ. പൈനക്ക് എവിടെയാണോ കാണാൻ പറ്റുന്നില്ല. അത് സാറേ എന്തോ പുറത്തു പോയിട്ടൊന്ന് ശരിയാക്കണം, ചെറിയൊരു ബഗ്ഗാണ്. സാറേ ഈ ഫൈനൊക്കെ എവിടെ നോക്കണ്ടേ? ഇദ്ദേഹത്തിന് ഇവേഡിങ് അറസ്റ്റിന്റെ ഇതാണ് നമ്മൾ കൊടുക്കണ്ടേ. അതെന്താ? രക്ഷപ്പെടാനായിട്ട് ഓടി. അതിന് ശരിക്കും ഒറ്റ 10, 100, 1000, 10,000, 10 ലക്ഷം, 1 കോടി 10 മാസമാണോ വരുന്നത്? അയ്യോ, കൈ പൊക്കിയോ? സാറേ അവനൊരു 10 ലക്ഷം ഉള്ളു സാറേ. സാറേ പാവം സാറേ. ഓക്കെ, 10 ലക്ഷം ആക്കാം. മതി, അത് മതി സാറേ. ചെലവുകളൊക്കെ മല്ലയാണ് എടുക്കാറ്. എനിക്ക് വന്നിട്ട് ഞാൻ 50 ആക്കാം. അപ്പൊ ഇവന് 40 ലക്ഷം വരും. സാറേ അവനിൽ ആകെ 10 ലക്ഷം ഉള്ളു. സത്യം പറഞ്ഞ നിങ്ങളെ മറ്റേ ഇതിനകത്ത് നോക്കിയാൽ മതി. അവനൊരു 10 ലക്ഷം ഉള്ളു സാറേ. കുറച്ച് കൊടുത്താ സാറേ. 40 ലക്ഷം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഫൈന് കെട്ടാനൊക്കെ പഠിക്കുവാണേ പറഞ്ഞിട്ടുള്ളതാ. അതെ, ഇനി ബാങ്കിൽ പോയിട്ട് ഇതിപ്പോ ഞാൻ ഡയറക്റ്റ് ബാങ്കിൽ നിന്നുള്ള വിഡ്രോ എടുത്തിട്ടുണ്ട്. മറ്റേ MDT വഴി വരുന്നെങ്കിൽ നിങ്ങൾക്ക് ബില്ല് വരും ബാങ്കില്. അപ്പൊ ബില്ല് നിങ്ങൾ അടച്ചില്ലെങ്കിൽ എവിടെ കാണും? ഇപ്പൊ നിങ്ങൾക്ക് വന്നേക്കുന്നത് നിങ്ങൾ ബാങ്കിൽ പോയി അടക്കണ്ട, അത് ഡയറക്റ്റ് ഓൾറെഡി വലിച്ചു കൊടുക്കും ഗവൺമെന്റ് തന്നെ. ശരിക്കും ഇവര് തരാൻ പോകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് ഒരു ബില്ല് വിടും. അപ്പൊ നിങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഫൈനിന്റെ എമൗണ്ട് അവിടെ കാണിക്കും. അപ്പൊ നിങ്ങൾ അത് അടയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് കൂടി വന്നിട്ട് അവസാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റിയിൽ പിന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഒരു സാധനം പോലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അങ്ങനെയാണോ? ഓക്കെ, അങ്ങനെയൊക്കെ തരാമല്ലോ. അതന്നെ പോരെ, ബാങ്കിൽ തന്നെ എടുത്താ പോരെ. എന്തായാലും ബാങ്കിൽ ഉണ്ടാവില്ല. ആക്ച്വലി ഞാൻ ഇദ്ദേഹത്തിന് ഈ യൂണിറ്റ്സ് എല്ലാം പുതിയതായിട്ട് വന്നവരാ, അവർക്കെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ എക്സാമ്പിൾ ആണോ?
പിന്നല്ലാതെ സാറേ എന്നാ സാറേ ആ, എന്നാ ഒരു ഞാൻ കാര്യം ഒരു ചെയ്യാം. മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു KP മിനിറ്റ് സാറേ, ഒരു ഒറ്റ മിനിറ്റ്. ഒറ്റ ഒറ്റ KP സാറേ. അല്ല, സാറേ അങ്ങനെ സാറിന് നിന്നെ ഒറ്റ എനിക്ക് ഒറ്റ ഒറ്റ KP സാറേ, ഒറ്റ ഒറ്റ സാറിന്റെ പേരെന്താ? ഇവനൊന്നുകൂടെ കഫ് ചെയ്യാൻ മറ്റേ 35 സാറിന്റെ മാസം പേര് ജയിലും 1.5 കോടി ഏതാ? രൂപ ഫൈനും. ഗണേഷ് കുമാർ. സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞ നമ്മളെ പോലെ ഇത്ര കോപ്പറേറ്റീവ് ആയ ഈ കള്ളന്മാർ തന്നെ പറയാ, ഇത്ര കോപ്പറേറ്റീവ് ആയ ഒരുത്തരം വരത്തില്ല സാറേ. കന്നി കള്ളന്മാരെ അറിയോ? കന്നി കള്ളന്മാർ. അതെ, അത് നിങ്ങളെ ഭാഗ്യോ, ഇടാൻ നമ്മളെ ഇവിടെ- കിട്ടിയോണ്ട്. അതെ. ഇവിടെ കൊറേ അവന്മാരുണ്ട്, എന്റെ പൊന്നോ സഹിക്കാൻ വയ്യ. വാ അല്ല സാറിന് സാറേ, ഈ പറഞ്ഞു കന്നി പറഞ്ഞ സാറിന്റെ പേരെന്തായിരുന്നു? ആ. സാറേ ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ. ഓക്കെ. ഇപ്പഴത്തെ തരും. ആരോടാ ആരോടാ, അകത്താ പുറത്താ? ഇല്ല, ഫോണില്. ആ നമ്മുടെ കേക്ക് ഓക്കെ, എന്നാ ഇവരെ പറഞ്ഞു വിട്ടേക്ക്. സാറിനെ കൊണ്ടുവന്നെ, സാറിനെ പുറത്തു വിട്ടാ. ഗണേഷ് ഗണേഷ് ഇവരെ പുറത്ത് KP വെച്ചിട്ട് സാർ